പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് ബുധനാഴ്ച നീതിമാനായ വിശുദ്ധ ഔസേപിതാവിൻ്റെ മാധ്യസ്ഥം വഴി, പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നാളെ ഓഗസ്റ്റ് 14 വ്യാഴാഴ്ച, നാളെ നമ്മുടെ പരിശുദ്ധാത്മാവ് അഭിഷേക തിരുരക്തധ്യാനം ഈശോ നയിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിക്കണേ. അച്ഛന്മാർക്കും ബ്രദറിനും എനിക്കും അതോടൊപ്പം തന്നെ വരുന്ന മക്കൾക്കും നല്ലൊരു പുതുജീവൻ പ്രാപിക്കുവാൻ വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, ഫലങ്ങൾ, വരങ്ങൾ ലഭിക്കുവാൻ പ്രാർത്ഥിക്കണേ. ധ്യാനകേന്ദ്രത്തിൻ്റെ വിജയത്തിനും ധ്യാനകേന്ദ്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. മറ്റുള്ള ആളുകളെ പറഞ്ഞു വിടണേ, വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കുന്ന എല്ലാവരും അങ്ങ് അനുഗ്രഹിക്കണേ കർത്താവേ. സ്നേഹമുള്ളവരെ, നമ്മൾ ഏതെങ്കിലും നിയോഗങ്ങൾ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദൈവവേല ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ഈ കാലഘട്ടം നമ്മളെ ഉണ്ടല്ലോ മറിയിപ്പിച്ചളഞ്ഞേക്കാണ്, ഓർക്കുന്നില്ല. അതാണ് പിശാചിൻ്റെ തന്ത്രം. കാരണം നമ്മളിപ്പോൾ ദൈവവിളിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കുർബാനയിൽ നമ്മൾ കേട്ടത്, അല്ലെ? ഇന്നത്തെ പ്രസംഗം അതായിരുന്നു. ഹല്ലേലൂയ, ദൈവവിളി അല്ലേ? ദൈവവിളിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പലരും ചിന്തിക്കാറുണ്ട്, അച്ഛന്മാർക്ക്, കന്യാസ്ത്രീമാർക്ക്, അല്ലെങ്കിൽ ബ്രദർമാർക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നല്ല, എല്ലാവർക്കും അറിയാം. മക്കളെ, നീ ഒരു ക്രിസ്ത്യാനിയാണോ? ഒരു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണോ? നീ ഒരു ക്രിസ്ത്യാനി ആകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. ദൈവം വിളിച്ചത് കൊണ്ടാണ് ഇന്ന് നിനക്കൊരു ക്രിസ്ത്യാനി ആവാൻ പോലും സാധിക്കുന്നത്. എന്നാൽ നെയിം ബോർഡ് ക്രിസ്ത്യാനിയാക്കിയിട്ട് കാര്യമുണ്ട്. നെയിം ബോർഡ് ക്രിസ്ത്യാനി എന്തത്? ഞായറാഴ്ച ക്രിസ്ത്യാനി ചിലരുണ്ട്. ചിലര് ഞായറാഴ്ചയും പോലും ദുഃഖമില്ലാച്ച ചിലപ്പോൾ ഒന്ന് മുണ്ട് ഷർട്ടൊക്കെ എടുത്ത് ഒന്ന് കണ്ടിട്ടില്ലേ, തേച്ച് വെച്ചിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് ചിലപ്പോൾ ദുഃഖമില്ലാച്ചും പള്ളിയിൽ പോകാത്ത ആൾക്കാരുണ്ട്. ഉണ്ടെന്നേ, ഉണ്ട്. കുടിക്കൊരു കുറവുണ്ടാവില്ല, മദ്യപാനത്തിനൊരു കുറവുണ്ട്. ചില മദ്യപാനികൾ അന്നൊക്കെ ആടിയാണെങ്കിലും പള്ളിയിൽ വരും. എന്തെങ്കിലും ആവട്ടെ എൻ്റെ മോനെ, മക്കളെ, എല്ലാവർക്കും മാനസാന്തരം ഉണ്ടാവട്ടെ. ലോകത്തുള്ള സകല മക്കൾക്കും പാവപ്പെട്ട പശ്ചാത്തലവും മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, ദൈവവിളി അല്ലേ? ദൈവവിളിയുടെ ഇന്നത്തെ പ്രഘോഷണം അതായിരുന്നല്ലോ. ഞാനൊരു മെസ്സേജ് ഓർക്കുന്നു. എൻ്റെ ദൈവമേ, എപ്പോഴും ധ്യാനത്തിൽ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് ദൈവവിളി ഉണ്ടായിട്ടില്ലേ, നിങ്ങൾക്ക് ദൈവവിളി ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിക്കും. ഇല്ല, ഞങ്ങൾക്ക് ആർക്കും ഇല്ല. സ്നേഹമുള്ളവരെ, നീ തലേ ദിവസം രാത്രി ചിന്തിക്കുകയാണ്, നാളെ ഇത്തിരി നേരത്തെ എഴുന്നേക്കണം, പള്ളി പോകുന്നതിന് മുമ്പ് ഇത്തിരി നേരം പ്രാർത്ഥിക്കണം. അപ്പോൾ നേരത്തെ എഴുന്നേക്കണം അല്ലേ? എന്നാൽ ശരിയെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. മനസ്സിൽ ആഗ്രഹിക്കുക. അങ്ങനെ മനുഷ്യന് എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടാവും, നടക്കുവോ? നടക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ആർത്തിയോടെ പ്രാർത്ഥിക്കണേ. ഈ ദൈവാത്മാവ് ഉണ്ടല്ലോ, ദൈവാത്മാവ് എന്ന് പറയുന്നത് നമുക്കറിയാലോ ഒരു സംഭവമാണ്. മക്കളെ, പലതരത്തിലുള്ള പ്രാർത്ഥനകളില്ലേ? ഉടായ്പ പ്രാർത്ഥന, അതെന്താ ബ്രദറെ? അത് വേണം വേണ്ട എന്നുള്ള പ്രാർത്ഥന. പിന്നെ പാപത്താൽ നിറഞ്ഞുള്ള പ്രാർത്ഥന, അതൊന്നും ദൈവം മൈൻഡിയിൽ കേൾക്കോലും ഇല്ല. ദൈവത്തിന് വരാൻ പറ്റില്ല മക്കളെ. അതിനെക്കുറിച്ച് ഞാൻ ചില സമയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഉണർന്നാൽ മാത്രമേ, നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ മാത്രമേ, നമ്മൾ പാപങ്ങളോർത്ത് പശ്ചാത്തപിച്ചാൽ മാത്രമേ ക്രിസ്തുവിന് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. കാരണം പാപത്തിലായിരിക്കുന്നവൻ പിശാചിനാലാണ് നയിക്കപ്പെടുന്നത്. അപ്പോൾ ദൈവവിളിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ പറയില്ലേ, വെളുപ്പിന് പ്രാർത്ഥിക്കാം, അല്ലേ വേണ്ട? നാളെ ഇങ്ങനെ പോയി വന്നിട്ട് പ്രാർത്ഥിക്കാം, അല്ലേ വേണ്ട? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ഒരു കാര്യം, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഉറപ്പിച്ചു പ്രാർത്ഥിക്കാം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ സന്ധ്യപ്രാർത്ഥന അല്ലേ?
കുരിശ് വരപ്പിരുന്ന് പ്രാർത്ഥന. എത്തിച്ചാൽ എത്തി, എത്തിയില്ലെങ്കിൽ എത്തിയില്ല. ഇതല്ലേ? അപ്പോ ഓരോ പ്രാവശ്യവും പ്രേരണ തരുന്നത് ഏതാത്മാവാണ്? ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവ്, അതാണ് ദൈവവിളി. ഹല്ലേലൂയ. നമ്മളിതെല്ലാം കാറ്റത്ത് പറത്തി മൊബൈലും തപ്പി അല്ലെങ്കിൽ ലോകകാര്യങ്ങളിലൊക്കെയാണ്, മോഹങ്ങളിലൊക്കെയാണ്. ഈ പോക്ക് എങ്ങോട്ട്? തിരിച്ചു വരിക. യു കം ബാക്ക് ആൻഡ് സിറ്റ് വിത്ത് മീ. യേശുവിനോട് കൂടിയിരിക്കുക, അവൻ നല്ല ആലോചന തരും. നമുക്ക് നീതിമാനായ ഔസപിതാവിൻ്റെ മധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടിരിക്കട്ടെ, സ്നേഹത്തോടിരിക്കട്ടെ. നീതിമാനായ ഔസപിതാവേ, ഇത് കേൾക്കുന്ന സകല മക്കളെ ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവവിളി നൽകിയതിനോർത്തും ഇനി മറ്റുള്ളവർക്ക് പാപത്തിലായിരിക്കുന്ന മക്കൾക്ക് പശ്ചാത്താപം കൊടുക്കുന്നതിനോർത്തും നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ, നാളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവേ. യേശുവേ, നന്ദി 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 നന്ദി. സകല വിശുദ്ധന്മാരേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സ്നേഹമുള്ളവരെ, ഇന്ന് ഒരുക്ക പ്രാർത്ഥനയുണ്ട്. ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി സാധിക്കുന്നവർ വരിക, നമ്മുടെ ധ്യാനകേന്ദ്രത്തിലേക്ക് എത്തുക കേട്ടോ. ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഇവര് നിയോഗം സമർപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മാതാവ് വഴി നീതിവാനായ ഔസപിതാവിൻ്റെ മധ്യസ്ഥയിൽ നടത്തി കൊടുക്കണമേ. എല്ലാ കാര്യവും കർത്താവെ അനുഗ്രഹിക്കണമേ. എല്ലാവരും സൂചേനേശുവേ, നന്ദി 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 നന്ദി. ആലയിലെ സ്പർശിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് ഇങ്ങയുടെ ഈ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ മരണ സമയത്ത് തമ്പുരാന്റെ അപേക്ഷിച്ചമേ. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഈശോയെ, എനിക്ക് വേണ്ടി, ധ്യാനകേന്ദ്രത്തിന് വേണ്ടി, ധ്യാന വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദി ലോർഡ്.